1957 മുതൽ 2011 വരെ 2 ഉപതെരഞ്ഞെടുപ്പുകളടക്കം 16 തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എറണാകുളം വേദിയായത്. 82-ൽ എം കെ സാനു മാസ്റ്ററും 98-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും വിജയിച്ചത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ മണ്ഡലത്തിലെ നേട്ടം. കൊച്ചി കോർപ്പറേഷനിലെ 22 ഡിവിഷനുകൾക്ക് പുറമെ ചേരാനല്ലൂർ പഞ്ചായത്തും കൂടി ചേരുന്നതാണ് നിലവിലെ എറണാകുളം നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ സെബാസ്റ്റ്യൻ പോളിനെ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ 32,437 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കന്നി അംഗത്തിൽ ഹൈബി ഈഡൻ വിജയിച്ചത്. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായെങ്കിലും ഹൈബി ഈഡൻ തന്നെ വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും. എറണാകുളം പരമ്പരാഗതമായി UDF അനുകൂലമായ ഒരു മണ്ഡലമാണ്. എക്കാലത്തും UDF സാരഥികൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അതിൽ വലിയൊരു വർധനവ് ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ നടത്തിയ വികസന പദ്ധതികളും ജനങ്ങളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങളും അതിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾക്കും നായർ വോട്ടുകൾക്കും മേധാവിത്വമുള്ള എറണാകുളം മണ്ഡലത്തിന്റെ ജയപരാജയങ്ങൾ മുഖ്യമായി നിർണ്ണയിക്കുന്നതും സാമുദായിക ഘടകങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായക്കാരായ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമാണ് UDF രംഗത്തിറക്കാറ്. സ്വതന്ത്രന്മാരെ രംഗത്തിറക്കി CPM പരീക്ഷണത്തിന് ശ്രമിക്കാറുള്ളതും സാമുദായിക വോട്ടുകളിലെ ഭിന്നിപ്പ് പ്രതീക്ഷിച്ചാണ്. ഇക്കുറി വനിതാ സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യം നൽകണമെന്ന ആവശ്യം CPMനകത്തുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ, മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവർക്ക് പുറമെ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച ചില വനിതാ സ്ഥാനാർത്ഥികളുടെ പേരും പട്ടികയിലുണ്ട്. എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് ഓരോ മണ്ഡലത്തിലും ഈ ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിൽ അണിനിരത്തണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള കണക്കുകൾ പ്രകാരം UDFന് മേൽക്കൈ തന്നെയാണ് മണ്ഡലത്തിലുള്ളത്. അതിനാൽ തന്നെ കരുതലോടെയാകും CPM സ്ഥാനാർത്ഥിയെ നിർത്തുക. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.